പ്രിയ സുഹൃത്തുക്കളെ, പിണറായി സർക്കാരിൻ്റെ യമണ്ടം പരിഷ്കാരം പുറത്തു വന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് നൽകിയിരുന്ന 73 രൂപയുടെ ദിവസക്കൂലി 520 620 രൂപയുമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരൊറ്റയടിക്ക് 10 ഇരട്ടി വർധനവാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. 100 രൂപ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 1.5 വർഷക്കാലം റോഡിൽ കിടന്ന് സമരം ചെയ്ത ആശാവർക്കർമാരുടെ ആവശ്യം അംഗീകരിക്കാത്ത പിണറായി സർക്കാരാണ് ജയിൽ പുള്ളികളുടെ വേതനം ഇത്രയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 51 വെട്ടുവെട്ടി ജയിലിൽ പോകുന്ന കൊടിസുനിമാരെയും സ്ത്രീകളെ പീഡിപ്പിച്ച് ജയിലിൽ പോകുന്ന ഗോവിന്ദച്ചാമിമാരെയും തിന്ന് കൊഴിപ്പിച്ച് വിട്ടാൽ മാത്രം പോരാ, അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും കയ്യിൽ കൊടുത്തു വിടണമെന്നാണ് പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജയിൽ പുള്ളികളുടെ വേതനം ഇത്രയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 6.5 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന കേരളത്തിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊലക്കേസ് പ്രതികൾക്കും പീഡനക്കേസ് പ്രതികൾക്കും മാസത്തിൽ 15,000-ഉം 18,000-ഉം വേതനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇപ്പോൾ. 7,000 മുതൽ 8,000 രൂപ വരെയാണ് ആശാവർക്കർമാർക്ക് കേരളത്തിൽ കൊടുക്കുന്ന മാസശമ്പളം. ദിവസക്കൂലി വരുമ്പോൾ 250 രൂപ. 346 രൂപയാണ് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ദിവസക്കൂലി. ആ സംസ്ഥാനത്താണ് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് 500-ഉം 600-ഉം രൂപ ദിവസക്കൂലി സർക്കാർ ഉറപ്പാക്കുന്നത്. ഈ നിയമം കേരളത്തിൽ നടപ്പിലായാൽ ജൂനിയർ മാൻഡ്രാക്ക് സിനിമയിൽ റോഡിൽ പായ വിരിച്ച് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്ന ജഗതിയുടെ അതേ രീതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായി ജയിലിൽ പോകാനായിരിക്കും കേരളത്തിലെ നല്ലൊരു ഭാഗം ആളുകളും ശ്രമിക്കുക. ജയിൽ പുള്ളികൾക്ക് പെൻഷൻ മാത്രമേ ഇനി പിണറായി സർക്കാർ നടപ്പിലാക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. ആരുടെ തലയിൽ ഉദിച്ച ആശയമായാലും കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന നടപടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ.